കോഴിക്കോട് ഞെളിയൻപറമ്പിൽ മാലിന്യ സംസ്കരണത്തിന് പരിഹാരമാകുന്നു. മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഞെളിയൻപറമ്പിൽ ആരംഭിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് കരാറിൽ ഒപ്പുവച്ചു. ചടങ്ങിൽ മന്ത്രിമാരായ MP രാജേഷ്, PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പൊതുവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ കോഴിക്കോട് കൈവരിച്ച നേട്ടങ്ങൾ പൂർണ്ണതയിലെത്തിക്കാൻ കോർപ്പറേഷന് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. 23 നഗരസഭകൾക്ക് ചരിത്രത്തിലാദ്യമായി സ്റ്റാർ റേറ്റിംഗ് കിട്ടി. അതിൽ 3 എണ്ണത്തിന് 3 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. ചരിത്രത്തിലാദ്യമാണ് കേരളത്തിൽ. തിരുവനന്തപുരം നഗരസഭയ്ക്ക് വാട്ടർ പ്ലസ് റേറ്റിംഗ് കിട്ടി. 77 നഗരസഭകൾക്ക് ODF പ്ലസും 3 നഗരസഭകൾക്ക് ODF പ്ലസ് പ്ലസ് റേറ്റിംഗും കിട്ടിയിട്ടുണ്ടായി. മട്ടന്നൂർ നഗരസഭയ്ക്ക് ദേശീയ പുരസ്കാരവും കിട്ടി. അപ്പോ ഏതെങ്കിലും 1-2 നഗരസഭയ്ക്ക് കേരളത്തിലെ എല്ലാ നഗരസഭകൾക്കും, മാത്രമല്ല കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച റാങ്ക് 1370 ആയിരുന്നുവെങ്കിൽ ഇത്തവണ 93 നഗരസഭകളിൽ 82,000-ൽ താഴെ റാങ്ക്. പദ്ധതി നാടിന്റെ ആവശ്യമാണെന്ന് കണ്ട് എല്ലാവിധ സഹകരണവും നൽകിയ പ്രദേശത്തെ ജനങ്ങളുടെ ഇടപെടൽ മാതൃകാപരമാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. എത്രയും വേഗത്തിൽ ഇതിന് പരിഹാരം കാണാനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിലപാടിനോടൊപ്പം ചേർന്നത് ഇത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുന്ന പ്രയത്നത്തിൽ എല്ലാ ജനതയും ഒത്തുചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി കണ്ട്, ദീർഘകാലമായിട്ടുള്ള ഒരു പ്രശ്നമായി കണ്ട് മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് നിവാസികളുടെ ഏറെക്കാലത്തെ പ്രശ്നത്തിനാണ് പദ്ധതിയിലൂടെ പരിഹാരമുണ്ടാകുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞു. മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കേരള സംസ്ഥാനത്തിലെയും മന്ത്രിസഭയിലെ അംഗമെന്ന നിലയിലും ബഹുമാനപ്പെട്ട രാജേഷ് മിനിസ്റ്റർ നടത്തുന്ന ശ്രമങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് ഇനിയും വിവിധ നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കി കേരളീയ സാമൂഹ്യാന്തരീക്ഷത്തെയും പരിസ്ഥിതിയെയും ശുദ്ധവും മാലിന്യമുക്തമാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.